നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? സിദ്ധാർത്ഥന്റെ ഭീഷണിയൊന്നും അവഗണിക്കാൻ പറ്റില്ല നമുക്ക്. അയാൾ കോടതിയിൽ പോയാൽ നമ്മൾ എല്ലാവരും കുടുങ്ങും. ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ എന്തിനാ ഈ പണിക്ക് ഇറങ്ങിയത്? ഇത് എന്റെ ഐഡിയ ഒന്നും ആയിരുന്നില്ലല്ലോ. എല്ലാം പ്ലാൻ ചെയ്തത് നീയല്ലേ? നീ പറയുന്നത് പോലെ ഒക്കെ ഞാൻ ചെയ്തു. സ്വയം കൈഞ്ഞരമ്പ് മുറിച്ചു, രക്തം തറയിൽ ഇറ്റിച്ചു, ശരത്തിനെ വിളിച്ചു. ഞാൻ വന്ന രാത്രിക്ക് രാത്രി ചന്ദ്രാമേടത്തെ ആ വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോ ഞാനും ലോക്കായി. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നമാവും. പ്ലാനിങ് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ? നാട്ടുകാരുടെ മുമ്പിൽ സിദ്ധു നാണം കെട്ടില്ലേ? പ്രേമയാണെങ്കിൽ അകത്തുമായി. ഇത്രയൊക്കെ പോരെ? പോരാ. പ്രേമ മാത്രം അകത്ത് പോയാ പോരാ, സിദ്ധുവും ജയിലിൽ പോണം. എങ്കിലേ നമ്മൾ ജയിച്ചു എന്ന് പറയാൻ പറ്റൂ. ഇത്തവണ അതേതായാലും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്ന് ക്ഷമിക്കും മാഡം, ഇനി അവസരം വരുമല്ലോ, അപ്പൊ നോക്കാം. ഇനിയപ്പോ അവസരം വരാനാ? ഇതുപോലൊരു സിറ്റുവേഷൻ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മാഡം, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മാഡം ഒരു വക്കീലല്ലേ, കാര്യത്തിന് ഗൗരവം എന്താ മനസ്സിലാവാത്തത്? ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നാ നമ്മളെല്ലാം അകത്തു പോവില്ലേ? റൂബി മാഡം പിന്നെ ഒരിക്കലും കാക്കിയിടത്തില്ല. നിങ്ങളൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. നീ എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് പോകും. എന്നെ എങ്ങാനും പോലീസ് പിടിച്ചാ സംഭവിച്ചു മുഴുവനും ഞാൻ അവരോട് പറയും. അങ്ങനെ എന്തെങ്കിലും ചെയ്ത നീ പിന്നെ പുറം ലോകം കാണില്ല. നിന്നെ എന്നേക്കുമായിട്ട് അകത്തിടാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്, തെളിവ് സഹിതം. അതെന്നെ കൊണ്ട് നീ പുറത്തെടുപ്പിക്കരുത്. മതി, ഒന്ന് നിർത്ത്. ഇനി ഇതിന്റെ പേരിൽ നമുക്കൊരു വഴക്ക് വേണ്ട. നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ട് ഇതിലൊക്കെ ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞാൽ മതി. ഈ നാടകം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ പിന്നെ ക്രൈംബ്രാഞ്ചും CBI ഒന്നും വരില്ല. നാണം കെടുന്നത് ഞാൻ മാത്രമായിരിക്കും. കേട്ടോട്ടെ, അതായിരിക്കും എന്റെ വിധി.